കഴിഞ്ഞ ദിവസം ഞാനൊരു മലയാളി ഇമിഗ്രൻറ്റിനെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ജീവിതകഥ എന്നോട് പറയുകയുണ്ടായി. ആ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഈ വിഷയം നിങ്ങളോട് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം ഇത് അത്രയേറെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. ഇന്ന് നൂറുകണക്കിന് കുടുംബങ്ങളാണ് ഈ പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്നത്. ഇദ്ദേഹം കേരളത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യനായിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഇദ്ദേഹവും ഭാര്യയും ഇദ്ദേഹത്തിൻ്റെ ഒറ്റ മകനോടുമൊപ്പമുള്ള സന്തോഷകരമായ ഒരു ജീവിതം. പക്ഷേ പലർക്കും ആ നന്മ, ആ സന്തോഷം തിരിച്ചറിയാൻ സാധിക്കില്ല. അങ്ങനെ ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ. ഈ ഭാര്യ അല്പം പ്രായം കുറവുള്ള വ്യക്തിയാണ്. ഇവർക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഈ സുഹൃത്തുക്കളിൽ പലരും വിദേശ രാജ്യങ്ങളിലാണ്. അവർ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഈ സ്ത്രീയുടെ വിചാരം വിദേശ രാജ്യങ്ങളിലാണ് സന്തോഷമുള്ളത്. ഞാൻ ജീവിക്കുന്ന സ്ഥലത്ത് സന്തോഷമില്ല. വിദേശ രാജ്യങ്ങൾ കാണാൻ എന്താണ് ഭംഗി, ഇവിടെ പുറത്തേക്ക് നോക്കിയാൽ എന്താണുള്ളത്? കുറേ റബ്ബർ തോട്ടങ്ങളും വഴികളും പാടങ്ങളും പച്ചപ്പും മാത്രം. എനിക്ക് ഉയർന്ന കെട്ടിടങ്ങൾ വേണം, നഗരങ്ങളിൽ ജീവിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. അവിടെയാണ് സന്തോഷമുള്ളത്. എൻ്റെ കുട്ടിക്ക് വേണ്ടി ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അങ്ങനെ വിദേശത്തേക്ക് പോകണം എന്നുള്ള ആഗ്രഹം ഇവരെ വല്ലാതെ അലട്ടുകയാണ്. ഇവർ ഭർത്താവിനോട് പറയുകയാണ്. അദ്ദേഹം പറയുന്നു, ഞാനെന്തിനാണ് ഇപ്പോൾ വിദേശത്തേക്ക് പോകുന്നത്? എനിക്ക് കേരളത്തിൽ നല്ലൊരു ജോലിയുണ്ട്. നമ്മൾ സന്തോഷകരമായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. നമ്മളുടെ മകൻ നമ്മുടെ കൺവട്ടത്തുണ്ട്. വളരെ നല്ല വിദ്യാഭ്യാസം തരുന്ന ഒരു സ്കൂളിലാണ് അവൻ പഠിക്കുന്നത്. എല്ലാം കൊണ്ടും നമ്മളുടെ ജീവിതം വളരെ സന്തോഷമുള്ളതാണ്. പിന്നെ എന്തിനാണ് നമ്മൾ വിദേശത്തേക്ക് പോകുന്നത്? ഇവർ പറയുകയാണ്, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാകില്ല. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വിദേശത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ മകന് വളരെ നല്ല ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കും. സത്യത്തിൽ മകൻ്റെ ഭാവിക്ക് വേണ്ടിയാണോ, അതല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്ന തൻ്റെ സുഹൃത്തുക്കൾ ഇടുന്ന ചിത്രങ്ങൾ കണ്ട് അവരുടെ ജീവിതം പോലെയാകണം എൻ്റെ ജീവിതവും എന്നുള്ള അടങ്ങാത്ത ആഗ്രഹം കൊണ്ടാണ് ഇവർ ഈ രീതിയിൽ ചിന്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും. അങ്ങനെ പല ന്യായങ്ങൾ പറഞ്ഞ് അവസാനം ഭർത്താവിനെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ് വിദേശത്തേക്ക് കുടിയേറാം. ഇനി അടുത്ത ചോദ്യം, ഏത് രാജ്യത്തേക്ക് കുടിയേറും? ഈ കുടിയേറ്റക്കാരുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് കാനഡ. ആ കാലഘട്ടത്തിലൊക്കെ കാനഡയിലേക്ക് പോകുക എന്ന് പറയുന്നത് ഒരു സർവ്വസാധാരണ കാര്യമാണ്. ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും കാനഡയിൽ കാണും. അതായിരുന്നു അവസ്ഥ. അങ്ങനെ ഇവരും കാനഡയിലേക്ക് പോകാം എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ഇമിഗ്രേഷൻ ലോയേഴ്സിനെ ഇവർ പോയി കാണുന്നു. കാനഡയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് സർവീസ് മേഖലയിൽ ഒരു തൊഴിൽ ശരിയാക്കിയതിന് ശേഷം അതിൻ്റെ ബേസിൽ ഭാര്യയ്ക്ക് ഒരു വർക്ക് പെർമിറ്റ് ശരിയാക്കി കൊടുക്കുകയാണ് ഇമിഗ്രേഷൻ ലോയേഴ്സ്. ഈ കാര്യങ്ങൾ എന്നോട് പറയുമ്പോൾ അദ്ദേഹം ഒരു ദീർഘശ്വാസം വലിക്കുന്നുണ്ട്. കാരണം അവിടെയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം മാറി മറിയുന്നത്. ഇവരുടെ പ്ലാൻ ഇങ്ങനെയാണ്. ആദ്യം ഭാര്യ പോകുന്നു. ഭാര്യ അവിടെ എത്തി അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി അവിടെ കാലുറപ്പിച്ചതിന് ശേഷം ഭർത്താവിനെയും മകനെയും കൊണ്ടുപോകുന്നു. അങ്ങനെ തൻ്റെ ആഗ്രഹം സാധിച്ചെടുത്ത സന്തോഷത്തോടെ കാനഡയിലേക്ക് വരികയാണ് ഈ ഭാര്യ. ഇവിടെ എത്തി ഒരു മാസത്തിന് ശേഷം തന്നെ ഇവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുകയാണ്. കഷ്ടപ്പാട് എന്താണ് എന്ന് ജീവിതത്തിൽ ആദ്യമായി ഇവർ മനസ്സിലാക്കിയാണ്. കാനഡയിലെ റെസ്റ്റോറൻറ്റ് ജോലിയാണ്. വൈകുന്നേരങ്ങളിൽ രാത്രി 2 മണി വരെയൊക്കെ ജോലി ചെയ്യണം. ഇവിടെ വന്നിറങ്ങുന്നത് അതികഠിനമായ തണുപ്പുള്ള കാലഘട്ടത്തിലാണ്. 2019 ആദ്യ കാലഘട്ടത്തിലാണ് ഇവർ വരുന്നത്. ഇവിടെ രാത്രി കാലങ്ങളിലൊന്നും ബസ് സർവീസ് ഇല്ല. പല നഗരങ്ങളിലും ജോലിക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ, പണം കൊടുത്ത് ടാക്സി വിളിച്ച് വേണം ജോലിക്ക് പോകാനായിട്ട്. ആകെ കിട്ടുന്നത് തുച്ഛമായ ശമ്പളമാണ്. അങ്ങനെ കിട്ടുന്ന തുകയുടെ ഒരു വലിയ വിഹിതം വാടകയ്ക്ക് കൊടുക്കേണ്ടി വരും. ഇവിടുത്തെ ജീവിത ചെലവ് വളരെയധികമാണ്. ഭക്ഷണ സാധനങ്ങളുടെ വില വളരെ കൂടുതലാണ്. നാട്ടിൽ നല്ല കാലാവസ്ഥയിൽ അധികം ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ഭർത്താവിനൊപ്പം കുട്ടിക്കൊപ്പം സന്തോഷമായി ജീവിച്ച ഒരു സ്ത്രീയെ കാനഡയിൽ വന്ന് കഷ്ടതകൾ അനുഭവിക്കുകയാണ്. പക്ഷേ തൻ്റെ തീരുമാനത്തിൻ്റെ പുറത്താണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ദുഃഖം, ആ വിഷമം പുറത്ത് കാണിക്കാതെ അവർ ജീവിതം മുന്നോട്ട് നയിക്കുകയാണ്. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ജീവിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയവർ മറ്റൊരു തൊഴിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവർക്ക് കിട്ടിയ വർക്ക് പെർമിറ്റ് ക്ലോസ്ഡ് വർക്ക് പെർമിറ്റാണ്. അതായത് ഇവർ ആരുടെ കീഴിലാണോ ഇങ്ങോട്ടേക്ക് വന്നത് ആ വ്യക്തിയുടെ സ്ഥാപനത്തിൽ മാത്രമേ ഇവർക്ക് ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതെപ്പോഴും ഒരു സ്ഥാപനമായിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റൊരു ജോലി കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അവസാനം അലഞ്ഞ് ക്യാഷ് ഓൺ ഹാൻഡ് ജോലി കിട്ടുകയാണ്. അതായത് ചെറിയ ചെറിയ പാർട്ട് ടൈം ജോലികളായിരിക്കും. ഒരു 4 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ആയിരിക്കും തൊഴിൽ. അത് ചെയ്തതിന് ശേഷം ക്യാഷ് കയ്യിൽ കൊടുക്കും. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ രാത്രി 2 മണി വരെയൊക്കെ ജോലി ചെയ്യണം. അതിനുശേഷം വീട്ടിൽ വന്നതിന് ശേഷം കുറച്ച് നേരം ഉറങ്ങിയിട്ട് ഈ റെസ്റ്റോറൻറ്റ് തുറക്കണമെങ്കിൽ ഒരു 11 മണി 12 മണിയൊക്കെ ആവും. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഈ ചെറിയ ജോലിക്ക് ഇവർ പോകും.
അങ്ങനെ 2 ജോലി ചെയ്താണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരു വർഷം എങ്ങനെയൊക്കെയോ തള്ളി നീക്കുകയാണ്. ഇനി നാട്ടിൽ നിന്നും ഭർത്താവിനെയും മകനെയും കൊണ്ടുവരണം. അതിനുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യാൻ തുടങ്ങി. നാട്ടിൽ നിന്നും കുറേ പണം ഭർത്താവ് അയച്ചു കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സേവിങ്സിൽ നിന്നും. അങ്ങനെ കുറേ പണം മുടക്കി ഭർത്താവിനും മകനും വിസ തയ്യാറാക്കിയാണ്. അപ്പോൾ ഇദ്ദേഹം നാട്ടിലെ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഇദ്ദേഹത്തിന് ജോലി രാജിവെച്ചിട്ട് ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹമില്ല. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഞാൻ 4 വർഷത്തേക്ക് അവധി എടുക്കുകയാണ്. ഇവരുടെ മകൻ നാട്ടിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 പഠിക്കുന്ന കാലഘട്ടത്തിലാണ് ഇവർ കാനഡയിലേക്ക് വരുന്നത്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ നല്ല സർക്കാർ ജോലിയിൽ നിന്നും അവധിയെടുക്കുന്നു. മകൻ +1 പഠനം പാതി ഉപേക്ഷിച്ച് കാനഡയിലേക്ക് 2 പേരും വരികയാണ്. ഒരു കാര്യം ഓർക്കണം, ഇദ്ദേഹം അവധിയെടുക്കുന്ന ആ കാലയളവ് സർവീസിൻ്റെ ഭാഗമാകില്ല. അതായത് ഇദ്ദേഹത്തിൻ്റെ താഴെയുള്ളവർ ഇദ്ദേഹത്തെക്കാളും ഉയരത്തിലേക്ക് പ്രമോഷൻ കിട്ടിപ്പോയാലും ഇദ്ദേഹം ആ പൊസിഷനിൽ ചിലപ്പോൾ വീണ്ടും തുടരേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് വളരെ വലിയ മാനസിക വിഷമമുണ്ട്. കാരണം തൻ്റെ ജോലിയിൽ നിന്നും, താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും 4 വർഷം മാറി നിൽക്കുമ്പോൾ അവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്നുള്ള ഒരു ഭീതിയും ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. വന്ന് ആദ്യത്തെ കുറച്ചു കാലം എല്ലാവരെയും പോലെ നമുക്കും കൗതുകമാണ്. പുതിയ മനുഷ്യർ, പുതിയ വീട്, പുതിയ സ്ഥലങ്ങൾ, പുതിയൊരു സിസ്റ്റത്തിൽ ജീവിക്കുന്ന ഒരു കൗതുകം. ഇദ്ദേഹം കാനഡയിലെത്തിയതിനു ശേഷം ഒരു ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ജോലികളൊന്നും ശരിയാകുന്നില്ല. അപ്പോഴും ഇദ്ദേഹം ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്, ഞാനെടുത്തിരിക്കുന്ന ലീവിൻ്റെ നിയമങ്ങൾ പ്രകാരം എനിക്ക് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യാൻ സാധിക്കില്ല. സ്വന്തം ഭാര്യയുടെ കൂടെ സമയം ചെലവഴിക്കണം, അവരുടെ കൂടെ ജീവിക്കണം എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് എനിക്ക് ലീവ് കിട്ടിയത്. ആ ലീവിൽ വിദേശ രാജ്യത്ത് ജോലി ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല. അഥവാ ജോലി ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ അപ്രൂവൽ ഇദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും വാങ്ങണം. പക്ഷേ നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ ചിലപ്പോഴൊക്കെ വെറും നോക്കുകുത്തികളാണ്. ഇവരെ കുറ്റം പറയാനും സാധിക്കില്ല. കാരണം വിദേശ രാജ്യത്ത്, പ്രത്യേകിച്ച് കാനഡ പോലൊരു സ്ഥലത്ത് ഭാര്യയും ഭർത്താവും ജോലി ചെയ്താൽ പോലും ജീവിക്കാൻ പണം തികയാത്ത ഈ രാജ്യത്ത് എങ്ങനെ ജോലി ചെയ്യാതെ മുന്നോട്ട് പോകും? അതുകൊണ്ട് വേറെ വഴിയില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇവിടെ ഒരു ജോലിക്ക് ശ്രമിക്കുകയാണ്. ഒരുപാട് സ്ഥലത്ത് അലയുന്നുണ്ട്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷനും ഇദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും വേറൊരു തലത്തിലാണ്. ഇവിടെ അതിന് വലിയ വിലയില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഒരുപാട് അലയുകയാണ്. അവിടെയാണ് കാനഡ എന്ന രാജ്യം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വിദേശ രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള, ഒരുപാട് കഴിവുള്ള, നല്ല ബ്രൈറ്റായ, നല്ല കഴിവുള്ള വ്യക്തികൾ കാനഡയിലേക്ക് കുടിയേറും. എന്നാൽ വിദേശ രാജ്യങ്ങളിലെ എക്സ്പീരിയൻസ് കാനഡ എന്ന രാജ്യം പലപ്പോഴും ഗൗനിക്കില്ല. അതിപ്പോൾ നമ്മൾ എത്ര വലിയ ഉദ്യോഗസ്ഥരാണെങ്കിലും, ഡോക്ടറാണെങ്കിലും, നേഴ്സാണെങ്കിലും, ആരാണെങ്കിലും ഇവിടെ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിലൂടെ പോയാൽ മാത്രമേ ആ എക്സ്പീരിയൻസ് ഇവിടെ അംഗീകരിക്കപ്പെടുകയുള്ളൂ. അതൊരു വലിയ പ്രോസസ്സാണ്. ആ പ്രോസസ്സിലൂടെ സ്വന്തം എക്സ്പീരിയൻസ് കാനഡയിൽ ഉപകാരപ്പെടുന്ന രീതിയിൽ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ തലവേദനയാണ്. ഇപ്പോൾ ഒരുപാട് പേര് ആ തരത്തിൽ പെട്ടുകിടപ്പുണ്ട്. അങ്ങനെ ഇദ്ദേഹം പരമാവധി ശ്രമിക്കുകയാണ്, ശരിയാകുന്നില്ല. അവസാനം ഗതികെട്ട് ഇദ്ദേഹം ഇവിടെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ജോലി കയറുകയാണ്. ഓർക്കണം, നാട്ടിൽ നല്ല നിലയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി ഇവിടെ വന്ന് റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുകയാണ്. അതിനർത്ഥം റെസ്റ്റോറൻറ്റ് ജോലിക്ക് ഒരു മാന്യതയില്ല എന്നല്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിന് അനുസരിച്ചുള്ളൊരു ജോലി, അദ്ദേഹം ചെയ്ത ജോലിയോട് സാമ്യതയുള്ളൊരു ജോലി ഇവിടെ ലഭിക്കുന്നില്ല. അത് അദ്ദേഹത്തെ വല്ലാണ്ട് അലട്ടുകയാണ്. അങ്ങനെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. നാട്ടിൽ ജീവിച്ചതുപോലെയല്ല ഇവരുടെ ജീവിതം. ഒരു അപ്പാർട്ട്മെൻറ്റിൽ വളരെ കുറച്ച് സ്ഥലത്ത് 3 പേര് ഒതുങ്ങിക്കൂടുകയാണ്. നാട്ടിലെ വലിയ വീട്, പറമ്പ്, സുഹൃത്തുക്കൾ, കുടുംബക്കാർ, ബന്ധുക്കൾ, നല്ല ജോലി, നല്ല കാലാവസ്ഥ, നല്ല ജീവിത സാഹചര്യങ്ങൾ, ഇതൊക്കെ ഉപേക്ഷിച്ച് ഇവർ കാനഡയിൽ വന്ന് അക്ഷരാർത്ഥത്തിൽ നരയുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അന്ന് ആ സ്ത്രീ മനസ്സിലാക്കിയാണ്, സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന ചിത്രങ്ങൾക്ക് പിറകിൽ ഇതുപോലെ ചില ജീവിത യാഥാർത്ഥ്യങ്ങളുണ്ടെന്ന് അവർ മനസ്സിലാക്കിയാണ്. പക്ഷേ ഒരുപാട് സമയം വൈകിയിരിക്കുന്നു. ഇനിയും ഈ ജീവിതത്തിൽ നിന്നും ഒരു തിരിച്ചുപോക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ഇവർ മുന്നോട്ട് പോവുകയാണ്. ഇവർക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ്. ഭർത്താവിൻ്റെ മനസ്സിൽ തൻ്റെ കേരളത്തിലെ ജീവിതം, ജോലി അതൊക്കെ ഇട്ടെറിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. ഈ സ്ത്രീക്കാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ പ്രശ്നങ്ങളും ഇവിടുത്തെ യാഥാർത്ഥ്യങ്ങളും മനസ്സിലാക്കിയത്. എന്നിട്ടും എങ്ങനെയൊക്കെയോ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അവിടെയാണ് ഇവരുടെ ജീവിതത്തെ ബാധിച്ച ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ടാകുന്നത്. ഇവർ തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ,
ഇവർക്ക് രണ്ടു പേർക്കും ജോലിക്ക് പോകണം. കുട്ടിയുടെ മേലുള്ള, ഇവരുടെ മകൻ്റെ മേലുള്ള ശ്രദ്ധ ഇവർക്ക് രണ്ടു പേർക്കും ഇല്ലാതാകുകയാണ്. കാനഡയിൽ വന്നു കഴിഞ്ഞപ്പോൾ കിട്ടിയ അമിത സ്വാതന്ത്ര്യം അവൻ്റെ സ്വഭാവം തന്നെ മാറ്റുകയാണ്. അങ്ങനെ ജീവിതം ആകെ വഷളാകുകയാണ്. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ 3 പേർക്കും പറ്റാതെയായി. ഇതാണോ വിദേശത്തെ സന്തോഷകരമായ ജീവിതം? അദ്ദേഹം ഈ കഥ പറയുന്നതിനിടയ്ക്ക് എന്നോട് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞു, എല്ലാവരുടെയും ജീവിതം നിങ്ങളുടെ ജീവിതം പോലെ ആകണമെന്നില്ലല്ലോ. അങ്ങനെ ഏകദേശം 4 വർഷം ഇദ്ദേഹം തള്ളി നീക്കുകയാണ്. 4 വർഷത്തിലധികം ഇദ്ദേഹത്തിന് ഇവിടെ നിൽക്കാൻ സാധിക്കില്ല. കാരണം ഇദ്ദേഹത്തിന് ലീവ് തീരാറായി. ഇനി നാട്ടിൽ പോയി ലീവ് പുതുക്കിയതിന് ശേഷം വേണം തിരികെ എത്താൻ. അതേസമയം ഇവർ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതും കൂടെ കണക്കിലെടുത്ത് ഇദ്ദേഹം പറയുകയാണ്, ഞാൻ കേരളത്തിലേക്ക് പോവുകയാണ്, ലീവ് പുതുക്കിയതിന് ശേഷം ഞാൻ എന്നെങ്കിലും തിരികെ വരാം. ഭാര്യ ദേഷ്യത്തോടെ പറയുകയാണ്, ആ ശരി, നിങ്ങൾ പോയാലേ എൻ്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുകയുള്ളൂ എന്ന് ഭാര്യ പറയുകയാണ്. ഭാര്യയുടെ ആ വാക്കുകൾ കേട്ട് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു പോകാമെന്നുള്ള തീരുമാനം ഉറപ്പിക്കുകയാണ്. ആ സമയത്താണ് ഇവർക്ക് പെർമനൻറ്റ് റെസിഡൻസി കാനഡയിൽ കിട്ടുന്നത്. ഇവർ വന്ന് ഒരു 2.5 വർഷത്തിന് ശേഷം പെർമനൻറ്റ് റെസിഡൻസിക്കൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഈ അടുത്ത കാലത്ത് അവർക്ക് കിട്ടി. പക്ഷേ അതിൻ്റെ സന്തോഷം അവരുടെ ജീവിതത്തിൽ ഇല്ല. കാരണം ജീവിതം പെർമനൻ്റ് അല്ല, പിന്നെ എന്തിനാണ് പെർമനൻ്റ് റെസിഡൻസി എന്നുള്ള ചിന്തയായിരിക്കാം. അദ്ദേഹം എന്നോട് പറയുകയാണ്, സത്യത്തിൽ എൻ്റെ ഭാര്യയെയും മകനെയും ഒറ്റയ്ക്കാക്കി തിരികെ പോയതിൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. പക്ഷേ എൻ്റെ മകനല്ലാതായി തീർന്നിരിക്കുകയാണ്. എൻ്റെ ഭാര്യ മറ്റൊരു വ്യക്തിയെപ്പോലെയാണ് എന്നോട് പെരുമാറുന്നത്. ഇത് കണ്ട് സഹിച്ച് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അന്ന് തിരികെ പോകാൻ തീരുമാനമെടുത്തത്. പക്ഷേ ആ തീരുമാനം ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇദ്ദേഹം കേരളത്തിലേക്ക് പോയി 1.5 വർഷം കഴിഞ്ഞാണ് ഇദ്ദേഹം ഈ വിവരം അറിയുന്നത്. ഞാൻ ഇദ്ദേഹത്തെ കാണുന്നത് ഇദ്ദേഹം തിരിച്ച് കാനഡയിലേക്ക് വന്ന സാഹചര്യത്തിലാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ 1.5 വർഷം കഴിഞ്ഞ് എന്തിനാണ് തിരികെ വന്നത്? അദ്ദേഹം പറയുകയാണ്, ഞാൻ തിരികെ വന്നത് എൻ്റെ മകനെ കൂടെ കൊണ്ടുപോകാനാണ്. അവന് റീഹാബിലിറ്റേഷൻ സെൻറ്ററിലാണ് ഇപ്പോൾ. സത്യത്തിൽ അത് കേട്ടപ്പോൾ ഞാൻ സ്തംഭിച്ചു പോയി. ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നം? ഈ കാനഡയിൽ ഒരു വലിയ പ്രശ്നമുണ്ട്. കുട്ടികളെ വളർത്താൻ ഏറ്റവും നല്ലൊരു രാജ്യമാണ് കാനഡ. എന്നാൽ അവരെ വളർത്തേണ്ട രീതിയിൽ വളർത്തിയില്ലെങ്കിൽ, ഇവിടെയുള്ള സാമൂഹിക പ്രശ്നങ്ങളിൽ നിന്നും അവരെ രക്ഷിച്ചു നിർത്തിയില്ലെങ്കിൽ അവരുടെ ജീവിതം അധോഗതിയിലാവും. കാരണം ഈ രാജ്യം നൽകുന്ന സ്വാതന്ത്ര്യം അവരെ തെറ്റുകളിലേക്ക് നയിക്കും. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് യൂറോപ്പിലും കാനഡയിലും അമേരിക്കയിലുമൊക്കെ ഈ ലഹരി എന്ന് പറയുന്നത് സോഷ്യൽ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. അത് നിയന്ത്രിച്ചില്ലെങ്കിൽ, അമിതമായി കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തെ അത് വലിയ രീതിയിൽ ബാധിക്കും. കുട്ടികൾക്ക് ആ തിരിച്ചറിവില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള കെണികളിൽ ലഹരിയുടെ ഉപയോഗവും അത് കിട്ടാനുള്ള അവസരങ്ങളും കാനഡയിൽ കൂടുതലാണ്. അതിലവർ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ പിന്നെ അവരെ പിടിച്ചാൽ കിട്ടില്ല. അങ്ങനെ ഒരു വലിയ കെണിയിൽ ഇദ്ദേഹത്തിൻ്റെ മകനും ചെന്നപ്പെട്ടിരിക്കുകയാണ്. അവനെ അതിൽ നിന്നും രക്ഷിക്കാനാണ് ഇദ്ദേഹം വന്നത്. അപ്പോഴാണ് ഇദ്ദേഹത്തെ ഞെട്ടിക്കുന്ന മറ്റൊരു സംഭവത്തെക്കുറിച്ച് ഇദ്ദേഹം അറിയുന്നത്. കാനഡയിൽ ഡിവോഴ്സ് നിയമങ്ങൾ വളരെ റിലാക്സ്ഡ് ആണ്. ഇന്ത്യയിലെ പോലെയല്ല. കാനഡയിലെ വിവാഹമോചന നിയമമെന്ന് പറയുന്നത് നോ ഫോൾട്ട് ഡിവോഴ്സാണ്. അതായത് ഭർത്താവ് ഭാര്യയെ ഉപദ്രവിക്കണമെന്നോ ഭാര്യ ഭർത്താവിനെ ഉപദ്രവിക്കണമെന്നോ എന്നൊന്നുമില്ല ഡിവോഴ്സ് കിട്ടാനായിട്ട്. അവരുടെ വിവാഹബന്ധത്തിൽ അവർക്ക് താല്പര്യമില്ല എന്ന് കോടതിയെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിവാഹമോചനം ലഭിക്കും. അതുമാത്രമല്ല, ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ ഏതെങ്കിലും ഒരു പാർട്ട്ണറിൻ്റെ കൺസെൻ്റ് ഇല്ലാതെ തന്നെ വിവാഹമോചനം കാനഡയിൽ ലഭ്യമാകും. അവിടെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവർ തമ്മിൽ പരസ്പരം വേർപിരിഞ്ഞ് 1 വർഷം താമസിച്ചു കഴിഞ്ഞാൽ കോടതി കണക്കാക്കുന്നത് ഇവർക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ആ 1 വർഷത്തെ വേർതിരിഞ്ഞുള്ള ജീവിതമാണ് ഇവരുടെ ജീവിതത്തിലെ അകൽച്ചയ്ക്കുള്ള തെളിവ് എന്നാണ് ഇവിടുത്തെ നിയമം പറയുന്നത്. അതായത് ഇദ്ദേഹം നാട്ടിൽ പോയ സാഹചര്യം മുതലെടുത്ത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഡിവോഴ്സ് ഫയൽ ചെയ്തിരിക്കുകയാണ്. വിവാഹമോചന കേസ് കോടതിയിൽ കൊടുത്തതിന് ശേഷം ഭർത്താവിനെ അറിയിക്കണം എന്നൊരു നിയമമുണ്ട്. എന്നാൽ ആ അറിയിപ്പ് അയച്ചതിന് ശേഷം 60 ദിവസത്തിനുള്ളിൽ കോടതിയെ സമീപിച്ചില്ലെങ്കിൽ ഭർത്താവിൻ്റെ ഭാഗം കേൾക്കാതെ തന്നെ കനേഡിയൻ കോടതി ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന്, ആരാണെങ്കിലും, ഈ കേസിൽ ഭാര്യയാകാം ഭർത്താവാകാം, ആർക്ക് വേണമെങ്കിലും കേസ് കൊടുക്കാം. ഈ 2 വ്യക്തികൾക്ക്, ഇപ്പോൾ ഭാര്യ അറിയിച്ചില്ലെങ്കിൽ ഭർത്താവിനെ, ഭർത്താവ് അറിയിച്ചില്ലെങ്കിൽ ഭാര്യയ്ക്ക് വിവാഹമോചനം ലഭ്യമാകും. ഇതാണ് കനേഡിയൻ നിയമം. അദ്ദേഹം പറയുകയാണ്,
കോടതിയുടെ ആവശ്യപ്രകാരം എൻ്റെ ഭാര്യ എന്നെ അറിയിച്ചു എന്നാണ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ 60 ദിവസം കഴിഞ്ഞ് എന്നെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ റിക്വയർമെൻറ്റ് തന്നെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. അതായത് അദ്ദേഹത്തിൻ്റെ അനുമതിയില്ലാതെ, കൺസെൻ്റ് ഇല്ലാതെ ഇദ്ദേഹത്തിൻ്റെ വിവാഹ ബന്ധം കനേഡിയൻ കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. ഇവിടെ വന്നു കഴിയുമ്പോഴാണ് ഇദ്ദേഹം ഈ സത്യം മനസ്സിലാക്കുന്നത്. ഈ കാലഘട്ടത്തിൽ എത്രയോ കുടുംബങ്ങളാണ് സന്തോഷമുള്ള ജീവിതം മറ്റെന്തിനൊക്കെയോ വേണ്ടി തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് എവിടേക്കൊക്കെയോ കുടിയേറുന്നത്. എനിക്ക് പറയാനുള്ളത് നിങ്ങളോടാണ്. നിങ്ങൾക്ക് സന്തോഷകരമായൊരു ജീവിതം കൈക്കുള്ളിലുണ്ടെങ്കിൽ അത് മുറുകെ പിടിക്കുക, അത് വിടാതെ സൂക്ഷിക്കുക. എൻ്റെ ജീവിതത്തിൽ സന്തോഷമില്ല, എൻ്റെ ജീവിതം മറ്റുള്ളവരെ പോലെ അല്ല എന്നുള്ള ചിന്ത ഇവിടെ അവസാനിപ്പിക്കുക. നിങ്ങൾക്ക് ഒരു ജീവിതമേ ഉള്ളൂ, അത് സന്തോഷകരമായി കുടുംബത്തോടൊപ്പം ആഘോഷിക്കുക.